നമ്മളുണ്ടാക്കാൻ പോകണമെന്ന് അറിയാം. നമ്മളെ ചപ്പാത്തി വെച്ചിട്ടേ കൊത്ത് ചപ്പാത്തി എന്ന് പറയും. നമ്മളെ ചപ്പാത്തി ആദ്യം ഇങ്ങനെ കട്ട് ചെയ്യുക കേട്ടോ. ഇതേമാതിരി കട്ട് ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത്, ഒരു പാനിലേക്ക് ചൂടായിട്ടേ നമ്മളതിലേക്ക് കുറച്ച് ബട്ടർ ഇടുക. ബട്ടർ ഇട്ടിട്ട് നമ്മൾ കുറച്ച് സവാളയും ക്യാരറ്റും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എരിവ് വേണ്ടവർക്ക് കുറച്ച് പച്ചമുളക് ഇടാം കേട്ടോ. കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മളതിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ 2-3 മുട്ട അതിൽ പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് നല്ല സ്ക്രാമ്പിൾ മാതിരി നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അതിൽ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. നമ്മൾ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ കുറച്ച് പാലക്ക് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കുറച്ച് പാലക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പാലക്കിനൊന്നും അധികം വെവൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ആകുമ്പോഴേക്കും അത് വെന്തിട്ടുണ്ടാവും. അതും കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ വിതറി കൊടുക്കുക. പിന്നെ നമ്മളുടെ ആ ചപ്പാത്തി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ ചപ്പാത്തിയും കൂടി അതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൊത്തി ചപ്പാത്തി റെഡിയായി. ഇനി നമ്മളിതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസോ ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് എന്തായാലും. നമ്മുടെ കൊത്ത് ചപ്പാത്തി സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുണ്ട്. എൻ്റെ മോർണിംഗിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്, ഞാൻ കഴിക്കുകയാണ് കേട്ടോ. ഓക്കെ, നല്ല സൂപ്പർ ടേസ്റ്റാണ് എന്തായാലും കേട്ടോ. ചപ്പാത്തിയൊക്കെ ഉണ്ടാകുമ്പോഴേ നമുക്ക് കുറച്ചൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റിൽ കഴിക്കാമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കിയിരിക്കും. ഓക്കെ, സൂപ്പർ ടേസ്റ്റാണ്. ഓക്കെ, താങ്ക് യു.